സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമാകണമെന്ന് ആലുവ എംഎൽഎ അൻവർ സാദത്ത്. ആലുവ പരിസ്ഥിതി സംരക്ഷണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിഷ്കരിച്ച പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ലോഗോയും പ്രകാശനം ചെയ്തു. സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമായ ഇടപെടലുകൾ നടത്തണമെന്നും ശാസ്ത്ര സാങ്കേതിക പരിജ്ഞാനം സാധാരണ ജനങ്ങൾക്ക് പ്രയോജനകരമാക്കണമെന്നും എംഎൽഎ അൻവർ സാദത്ത് പറഞ്ഞു. നിങ്ങളെപ്പോലുള്ള പുതിയ തലമുറ നിങ്ങളാണ് അതിനകത്ത് ജാഗരൂകരായി ശ്രദ്ധിച്ച് ആ കാര്യങ്ങൾ പ്രവർത്തിച്ചു എന്ന് മുന്നോട്ട്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ പുറകിൽ വരുന്ന തലമുറക്ക് നല്ല വായു, നല്ല മണ്ണ്, നല്ല വെള്ളം ഇത് അവർക്ക് കൈമാറാൻ, അവർക്കത് ഉപയോഗിക്കാൻ ഉള്ള പരുവത്തിലേക്ക് നമ്മളാക്കിയെടുക്കണം. ആലുവ പരിസ്ഥിതി സംരക്ഷണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സെന്റ് സേവിയേഴ്സ് കോളേജുമായി സഹകരിച്ച് നടത്തിയ ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി സംരക്ഷണ സംഘം പ്രസിഡന്റ് ചിന്നൻ ടി പൈനാടത്ത് അധ്യക്ഷത വഹിച്ചു. ലോകബാങ്കിന്റെയും ഐക്യരാഷ്ട്ര സംഘടനയുടെയും ജലവിദഗ്ധനും കേരള വാട്ടർ അതോറിറ്റിയുടെ മുൻ ഡയറക്ടറും ജലനിധിയുടെ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ വി കുര്യൻ ബേബി IAS മുഖ്യാതിഥിയായി പങ്കെടുത്ത് ഈ വർഷത്തെ ഭൂമിമിത്ര പുരസ്കാരം SCMS കോളേജിലെ വാട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൈമാറി. ആലുവ നഗരസഭാ ചെയർമാൻ MO ജോൺ പരിസ്ഥിതി സംരക്ഷണ സംഘത്തിന്റെ പരിഷ്കരിച്ച ലോഗോയുടെ പ്രകാശനം നിർവഹിച്ചു. ആലുവ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൈജി ജോളി, കൊച്ചി സർവകലാശാല എമിറേറ്റ്സ് പ്രൊഫസർ ഡോക്ടർ G മധു, ഫെഡറൽ ബാങ്ക് വൈസ് പ്രസിഡന്റും റീജിയണൽ ഹെഡുമായ ബിനു തോമസ്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP സൈമൺ, SCMS ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വൈസ് ചെയർമാൻ പ്രൊഫസർ പ്രമോദ് P തേവന്നൂർ, സെന്റ് സേവിയേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മിലൻ ഫ്രാൻസ്, വാട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ഡോക്ടർ സണ്ണി ജോർജ്, NSS പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ഡോക്ടർ മറിയ പോൾ, ഡോക്ടർ K ലേഖ, പരിസ്ഥിതി സംരക്ഷണ സംഘം ജനറൽ സെക്രട്ടറി CI അബ്ദുൾ ജബ്ബാർ, AP മുരളീധരൻ, EA അബൂബക്കർ, M സുരേഷ്, VT ചാർലി, പ്രൊഫസർ ഗോപാലകൃഷ്ണമൂർത്തി, ME മുഹമ്മദ്, ജബ്ബാർ മേത്തർ, P ഉമ്മർ എന്നിവർ സംസാരിച്ചു. ഭാവി തലമുറയിൽ നിന്ന് കടം വാങ്ങിയതാണ് ഈ ഭൂമി എന്നാണ്. അപ്പൊ കടം വാങ്ങി കഴിയുമ്പോൾ രണ്ട് കാര്യം ഉണ്ട്. ഒന്ന്, കടം വാങ്ങിയ തുക തിരിച്ചു കൊടുക്കാൻ ബാധ്യതയുണ്ട്. രണ്ടാമത്, ഇന്നത്തെ ലെവലിൽ പലിശ കൊടുക്കാനും സാധ്യതയുണ്ട്. അപ്പൊ തീരെ വഷളായി ഭൂമിയെ ഒരു നരകമാക്കി മാറ്റുന്നതിന് മുമ്പിട്ട് വരും തലമുറയെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു പ്രത്യേക കർത്തവ്യം ഈ ലോകത്തെ ഇന്നത്തെ ലെവലില് വളരെയേറെ ബ്ലീക്ക് പ്രോസ്പെക്ട്സ് ആണ് നമുക്കുള്ളത്. ന്യൂസ് ബ്യൂറോ, ആലുവ. Bharathamata College of Commerce and Arts, Chundi, Aluva is a project of the Archdiocese of Ernakulam and Angamali. We offer BCom, BCA, BBA, BSW courses.